ബി.ജെ.പിയുടെ കേരള സംസ്ഥാന ഘടകത്തിൽ അതിരൂക്ഷമായ പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസൈറ്റിൽ നമ്മൾ ബി.ജെ.പിയിലെ പൊട്ടിത്തെറി ചർച്ച ചെയ്യുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ രൂക്ഷമായ തോൽവിക്ക് ശേഷം ഈ പൊട്ടിത്തെറി ഒന്നുകൂടി ഗൗരവമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബി.ജെ.പിയിലെ പൊട്ടിത്തെറിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ബി.ജെ.പിയിൽ പൊട്ടിത്തെറി രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. ഇന്ന് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പാർട്ടിയെ കരിവാരിത്തേക്കാൻ മാധ്യമങ്ങൾ കള്ളവാർത്ത ചമച്ചുകൊണ്ടിരിക്കുകയാണ്. കള്ളവാർത്ത പടച്ചുവിട്ട എല്ലാവരെയും അനുഭവിക്കുമെന്നുള്ള രീതിയിൽ ഭീഷണിയുടെ സ്വരത്തിലൊക്കെ അദ്ദേഹം സംസാരിക്കുകയാണ്. ബി.ജെ.പിയിൽ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചേരിതിരിവിനെക്കുറിച്ചൊക്കെ പരസ്യമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സുരേന്ദ്രൻ്റെ ഈ പ്രസ്താവനയെ നമ്മൾ എങ്ങനെ കാണണം? ഞാൻ സത്യം പറഞ്ഞാൽ സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ബി.ജെ.പി കരിവാരി തേക്കാനായിട്ട് വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ഒരു തോൽവിയുടെ പശ്ചാത്തലത്തിലാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കോൺഗ്രസിനോട് വലിയ മാർജിനിൽ തോറ്റു, LDFും തോറ്റു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതോടുകൂടെ ബി.ജെ.പിയിൽ ആകെ ചേരിതിരിവായി, അഭിപ്രായ വ്യത്യാസമായി, സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റണം എന്നൊരു വിഭാഗം ആവശ്യപ്പെടുന്നു എന്നുള്ള വാർത്തകൾ വന്നു. സംസ്ഥാന പ്രസിഡന്റ് തന്നെ രാജ്യസന്നദ്ധത അറിയിച്ചു എന്നുള്ള വാർത്ത, ഇങ്ങനെ പല വാർത്തകൾ വന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പാർട്ടിയെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത്. സത്യത്തിൽ സുരേന്ദ്രൻ പറഞ്ഞാൽ ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു പാർട്ടിയെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായിട്ട് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കരിവാരിത്തേക്കൽ തന്നെയാണ് മാധ്യമങ്ങൾ നടത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊന്ന് ആലോചിക്കുക, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് മാത്രമായിട്ടുള്ളൂ ബി.ജെ.പിയുടെ 2ാം സ്ഥാനത്ത് വരാൻ തുടങ്ങിയിട്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് വലിയ സാധ്യതയില്ല. കഴിഞ്ഞ തവണ ഒരു 3500-3600 വോട്ടിൻ്റെ വ്യത്യാസത്തിലേക്ക് ബി.ജെ.പി എത്തിച്ചത് ഇ. ശ്രീധരൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ സാന്നിധ്യമായിരുന്നു. ഈ -ഇ. ശ്രീധരൻ ബി.ജെ.പി അവരുടെ അടിസ്ഥാന വോട്ടുകളിലേക്ക് തിരിച്ചു പോകും എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ തന്നെ ബി.ജെ.പി പാലക്കാട് മണ്ഡലം അനലൈസ് ചെയ്തപ്പോൾ ആദ്യം സംസാരിച്ചതിനെക്കുറിച്ചാണ്. -ഇ. ശ്രീധരൻ എന്തായിരിക്കും ബി.ജെ.പി എന്നാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. -ഇ. ശ്രീധരൻ ബി.ജെ.പി അവരുടെ അടിസ്ഥാന വോട്ടുകളിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു ഇ. ശ്രീധരൻ പിടിച്ചെടുത്ത പൊതുസമൂഹത്തിൻ്റെ പിന്തുണ അത് ആർജിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതും സത്യം പറഞ്ഞാൽ ബി.ജെ.പിയെ കരിവാരിതേക്കുന്നൊരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ ഒരു പിന്തുണ ഒരു പരിധിയിൽ കഴിഞ്ഞ് പിടിച്ചെടുക്കാൻ പാകത്തുള്ള ഒരു പാർട്ടിയല്ല ഞങ്ങൾ എന്ന് അവർ തന്നെ വിശ്വസിക്കുകയും അവർ തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് പിടിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് അവരെ കരിവാരിത്തേക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു പരിപാടി തന്നെ. അപ്പോൾ മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബി.ജെ.പിയെ കരിവാരിത്തേക്കുക എന്ന് പറയുന്നൊരു പണിയാണ്. മാധ്യമങ്ങൾ ഇങ്ങനെ ട്രോളായിപ്പോയി അല്ല, അത് മാധ്യമങ്ങൾ ഇങ്ങനെ കരിവാരിത്തേച്ചത് കൊണ്ട് വേറൊരു അപകടം അവിടെ ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബി.ജെ.പി അവിടെ അവരുടെ യഥാർത്ഥ സ്ഥാനമായ 3ാം സ്ഥാനത്തേക്ക് പോകുമായിരുന്നു. മാധ്യമങ്ങൾ ഇങ്ങനെ ബി.ജെ.പി ചിലപ്പോൾ ജയിച്ചേക്കാം, അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ഫൈറ്റാണ്, ബി.ജെ.പി ഫൈറ്റ് ചെയ്യുകയാണ്, അവരുടെ പ്രചരണത്തിലൊക്കെ ആൾ കൂടുതലുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് ഇത്ര തൊട്ടടുത്തെത്തിയതാണ്, ആ പ്രകടനം ആവർത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയം പ്രകടിപ്പിച്ച് പിന്നെ ഇപ്പോൾ മുനമ്പം പോലുള്ള വിഷയങ്ങളൊക്കെ ഉന്നയിക്കുക വഴി കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ഹ്യൂ ആൻഡ് ക്രൈ ഉണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ മൈനോറിറ്റി വോട്ടുകളിൽ LDFന് കിട്ടേണ്ടിയിരുന്ന മൈനോറിറ്റി വോട്ട് LDFന് തന്നെ കിട്ടുമായിരുന്നു. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനൊരു സംശയം വന്നതോടെ മൈനോറിറ്റി വോട്ട് എൻ ബ്ലോക്കായിട്ട് UDFൽ പോവുകയും UDFന് വലിയ ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തു. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ UDFൻ്റെ ഭൂരിപക്ഷം കുറച്ച് കുറയുകയും ഈ മൈനോറിറ്റി വോട്ടിൽ LDFന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് LDFന് കിട്ടുകയും LDF 2ാം സ്ഥാനത്തേക്ക് വരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ സാധാരണഗതിക്ക് അവർക്ക് കിട്ടേണ്ടിയിരുന്നൊരു കൃത്യമായ സ്ഥാനം ആ പാർട്ടിയിലെ നേതാക്കളെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണയും ബോധ്യമുണ്ട്. അതിനപ്പുറത്തേക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയെ കരിവാരിത്തേച്ചു എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ നിലയ്ക്ക് കെ സുരേന്ദ്രൻ പറയുന്നത് പൂർണ്ണമായി ശരിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ച് അവിടുന്ന് മുതൽ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. അതിന് മുന്നേ തന്നെ ബി.ജെ.പിയിലെ വിഭാഗീയത അവിടെ ഉണ്ട്. സന്ദീപ് വാര്യർ അതുന്നയിച്ച് പുറത്ത് വരുന്നുണ്ട്. കൊടകര കുഴൽപ്പണക്കേസിൻ്റെ സമയത്ത് വരുന്നുണ്ട്. അപ്പോഴൊക്കെ ബി.ജെ.പിയുടെ നമ്മൾ പറയുന്ന പ്രകാരം മാധ്യമങ്ങൾ കരിവാരിത്തേച്ച് ബി.ജെ.പിയെ 2ാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതാണെങ്കിലും ബി.ജെ.പിയുടെ അടിസ്ഥാന ആ വോട്ടുകളിലേക്ക് മടങ്ങിപ്പോയപ്പോൾ തന്നെ അതിലും വലിയൊരു ഇടിവ് ബി.ജെ.പിക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അല്ല, അതിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അതിനകത്തുള്ള ബേസിക്കായിട്ടുള്ള പ്രശ്നം, ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വമാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ സന്ദീപ് വാര്യർ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
എന്തിനാണ് അദ്ദേഹം BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്നുള്ള സ്ഥാനം ഉപേക്ഷിച്ച് പുറത്തിറങ്ങി കോൺഗ്രസ്സിലേക്ക് പോയത്? അദ്ദേഹത്തിന് പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരു താല്പര്യമുണ്ടായിരുന്നു. അതൊരു കാരണവശാലും പരിഗണിക്കപ്പെട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി കോൺഗ്രസ്സിലേക്ക് പോയി. അല്ലാതെ ഇപ്പോൾ അദ്ദേഹത്തിന് BJPയുടെ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളോ അല്ലെങ്കിൽ RSS 1925 മുതൽ പിന്തുടർന്നു കൊണ്ടുവന്നിരിക്കുന്ന നയങ്ങൾ രാജ്യത്തെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നതാണ്. ആ വെറുപ്പുൽപാദനം രാജ്യത്തെ വലിയ തോതിൽ ബാധിക്കും, ജനങ്ങളെ ബാധിക്കും, ഇവിടുത്തെ ഒരു വലിയ മൈനോറിറ്റി പോപ്പുലേഷനെ അകറ്റും, അന്യവൽക്കരിക്കപ്പെടും, അല്ലെങ്കിൽ അവരുടെ ജീവനും സ്വത്തിനും അപായ ഭീഷണി ഉണ്ടാകും. ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും സന്ദീപ് വാര്യർക്കുള്ളതായിട്ട് നമ്മുടെ അറിവിലില്ല. അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം, ലഘുവായ പ്രശ്നം ഇത് മാത്രമായിരുന്നു. അപ്പോൾ അവിടെ ഉന്നയിക്കപ്പെട്ട പരാതി എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, ഇപ്പോൾ തോറ്റ BJPയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹം നിരന്തരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാളാണ്. അവിടെ പാലക്കാട് നഗരസഭയിലേക്ക് മത്സരിച്ചു, പിന്നെ പാലക്കാട് മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചു, പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു, അതിന് 2 വട്ടം മത്സരിച്ചു. അപ്പോൾ അങ്ങനെ നിരന്തരം മത്സരിക്കും. സൊസൈറ്റി മുതൽ പാർലമെൻറ്റ് വരെ ഒരേ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് കൃഷ്ണകുമാറിന്. നമ്മളൊന്ന് മാറ്റി നിർത്തി ഒന്ന് ആലോചിച്ച് നോക്കുക. പകരം ഉയർന്നു കേട്ട പേരുകൾ ആരൊക്കെയാണ്? K. സുരേന്ദ്രൻ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എന്നൊക്കെയുള്ള പേര്. ഇവർ മത്സരിക്കാത്ത ഈ സമീപകാലത്ത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ഏത് തെരഞ്ഞെടുപ്പിലാണ് അവർ മാറിയുന്നത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് അവരെന്തോരം ബുദ്ധിമുട്ടി എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അതുപോലെ K. സുരേന്ദ്രൻ്റെ കാര്യം ഒന്നെടുത്ത് നോക്കുക. K. സുരേന്ദ്രൻ സംസ്ഥാനത്ത് ആദ്യമായിട്ട് BJP ഒരു കാരണവശാലും ജയിക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ട് പോലും 2 സീറ്റിൽ ഒരേ സമയം മത്സരിച്ച ഏക BJP നേതാവ് K. സുരേന്ദ്രനാണ്. അപ്പോൾ BJP നേതാക്കളെ സംബന്ധിച്ച് ഇങ്ങനെയല്ല. ഇപ്പോൾ പാൽ സൊസൈറ്റി മുതൽ പാർലമെൻറ്റ് വരെ മത്സരിക്കുന്നു എന്ന് പറയുന്നത് പുതിയുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ആകെ നിയമസഭയിലേക്ക് ജയിച്ച രാജഗോപാലിൻ്റെ കാര്യം ഒന്ന് എടുത്ത് നോക്കുക. പാലക്കാട് നഗരസഭയിലേക്ക് മുതൽ അദ്ദേഹം മത്സരിക്കാത്ത മണ്ഡലങ്ങളൊന്നുമില്ല. എന്നിട്ടാണ് അദ്ദേഹം ഒരിക്കൽ നേമത്ത് ജയിച്ചു വരുന്നത്. അപ്പോൾ ഈ ആരോപണം എന്തിനാണ് നമുക്ക് കൃഷ്ണകുമാറിൻ്റെ പടലിലേക്ക് മാത്രം കെട്ടിയേപ്പിക്കുന്ന BJPക്കാർ? അപ്പോൾ അങ്ങനെ കെട്ടിയേപ്പിക്കുക വഴി BJPക്ക് ഉള്ളിലെ ചില അധികാര തർക്കങ്ങൾ ഇങ്ങനെ സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എല്ലാവർക്കും തുല്യ യോഗ്യതയുള്ളൊരു അലിഗേഷനാണ് സത്യം പറഞ്ഞാൽ കൃഷ്ണകുമാർ കേട്ടത്. അതിൽ ശോഭാ സുരേന്ദ്രൻ തുല്യ യോഗ്യതയുണ്ട്, K. സുരേന്ദ്രൻ തുല്യ യോഗ്യതയുണ്ട്, PK കൃഷ്ണദാസിന് തുല്യ യോഗ്യതയുണ്ട്, MT രമേശിന് തുല്യ യോഗ്യതയുണ്ട്. ആരെടുത്താലും ഇപ്പോൾ MT രമേശ് മത്സരിക്കാത്തൊരു തെരഞ്ഞെടുപ്പ് ഈ സമീപകാലത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. അപ്പോൾ അതിൽ എല്ലാവർക്കും തുല്യ യോഗ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നം ഇപ്പോൾ തൽക്കാലം BJPയിലുള്ളൂ. ഇപ്പോൾ സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസ് പാളയത്തിലാണുള്ളത്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വിഘടിച്ച് നിൽക്കുന്ന കൗൺസിലർമാരുമായൊക്കെ സന്ദീപ് വാര്യർ ചർച്ച നടത്തുന്നുണ്ട്. അവർക്ക് ഓഫർ വെക്കുക പോലുള്ളത് പോലും സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. വെറുപ്പിൻ്റെ ലോകത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് സ്വാഗതം അതുപോലെ ധ്വനിപ്പിക്കുന്ന ഓഫറുകളൊക്കെ. ഈ സന്ദീപ് വാര്യർ എഫക്റ്റ് BJPയിലെ മറ്റ് മെമ്പർമാരിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ വരും ഭാവി? സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യതയില്ലായില്ല. കാരണം ഇപ്പോൾ നഗരസഭ എടുത്തു കഴിഞ്ഞാൽ നഗരസഭയുടെ ഏതാണ്ട് ടേം അവസാനിക്കാറായിട്ടുണ്ട്. അടുത്ത ഡിസംബർ ആകുമ്പോഴത്തേക്കും നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് പോകും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ടേമായിട്ട് നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJPയാണ്. അത്യാവശ്യം എന്താ പറയുക, ഭരണവിരുദ്ധ വികാരം നമ്മൾ സാധാരണഗതിയിൽ സംസ്ഥാനത്തൊക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ നഗരസഭകളിലും പഞ്ചായത്ത് വാർഡുകളിലും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും ഒക്കെ ഉണ്ടാവും. അതുപോലെയുള്ളൊരു ഭരണവിരുദ്ധ വികാരത്തിന് നല്ല സാധ്യതയുള്ളൊരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ പാലക്കാട്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ എലക്ഷൻ അനാലിസിസ് ചെയ്യുമ്പോൾ അവിടെ പാലക്കാട് മണ്ഡലം സന്ദർശിച്ചതിന് ശേഷം KG ജേക്കബ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് തെരുവുകൾക്ക് പോലും കത്താത്ത കേരളത്തിലെ ഏക മുനിസിപ്പാലിറ്റി ഒരുപക്ഷെ പാലക്കാട് മുനിസിപ്പാലിറ്റി ആയിരിക്കും. കേരളത്തിലെ രണ്ടാമത്തെ മുനിസിപ്പാലിറ്റി ആണെന്ന് ആലോചിച്ച് വേണം. കേരള ചരിത്രത്തിൽ തന്നെ 2ാമത്തെ നഗരസഭയാണ് പാലക്കാട്. ഇത്രയും കാലം പല LDFും UDFും ഒക്കെ അവിടെ ഭരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ തുടർച്ചയായിട്ട് 2 ടേം BJP ഭരിക്കുന്നു. എന്നിട്ട് പോലും അവിടെ ഈ പറയുന്ന തെരുവുകളൊക്കെ പോലും കത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രയാസങ്ങൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ BJP അധികാരത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ കൗൺസിലർമാർ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ നിലയ്ക്ക് BJPക്ക് കൂടുതൽ വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ BJP പിന്നാക്കം പോയിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക ഈ BJPയുടെ കൗൺസിലർമാർ തന്നെയായിരിക്കും. പിന്നെന്ന് വെച്ചാൽ ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന വാർഡുകളിലൊന്നും ഈ കൗൺസിലർമാർക്ക് അടുത്താണ് മത്സരിക്കാൻ പറ്റില്ല. കാരണം 50% സംവരണം ആയതുകൊണ്ട് ഈ സീറ്റുകൾ മുഴുവൻ വനിതാ സംവരണമായിട്ട് മാറും. അപ്പോൾ ഇപ്പം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും അടുത്ത ടേമിൽ ഇതേ വാർഡിൽ മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേരി മാറാൻ തീരുമാനിക്കുകയാണെങ്കിൽ കുറേ കൂടെ ബുദ്ധിപരമായിട്ട് തീരുമാനം എടുക്കാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ചുള്ളത്.
അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തേക്കാം. പക്ഷേ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു 6 മാസം കൂടെ കഴിഞ്ഞിട്ട് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇലക്ഷൻ അങ്ങോട്ട് അടുക്കും, അപ്പോഴത്തേക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ സന്ദീപ് വാര്യർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കണ്ട് ചിലപ്പോൾ മാറിയേക്കാം എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അതേസമയം ഇപ്പോൾ വയനാട്ടിലുള്ള മുൻ ജില്ലാ അധ്യക്ഷനെ പോലെയുള്ള ചില ആളുകൾ ചിലപ്പോൾ KP മധു എന്നോ മറ്റോ പറഞ്ഞ് അത്തരം ചില ആളുകൾ ഒരുപക്ഷെ മാറിയേക്കും. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോൾ റോളൊന്നുമില്ല, ജില്ലാ അധ്യക്ഷ പദവിയില്ല. അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹത്തെ കമ്മിറ്റി മീറ്റിങ്ങുകൾക്കൊന്നും വിളിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പം പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്നിറങ്ങി ഇങ്ങോട്ട് വരുന്നതിലൊരു തടസ്സവും അവരെ സംബന്ധിച്ചില്ല. അവിടെയും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പറയുന്ന എന്താ പറയുക, ഏതെങ്കിലും വിധത്തിൽ ഇവരുടെ നയസമീപനങ്ങളിലോടോ ഇവരുടെ നയനിലപാടുകളോടോ RSSൻ്റെ വർഗീയ നിലപാടുകളോടോ എന്തെങ്കിലും വിയോജിപ്പുണ്ടായിട്ട് ഇറങ്ങി വരുന്ന ആളുകളായിട്ട് നമ്മളിവരെ കാണാതിരുന്നാൽ മതി. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഇപ്പോൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ഫലം വന്നതിന് ശേഷം നമ്മൾ BJP അവരിങ്ങനെ മറ്റ് മുന്നണികളെപ്പോലെ കൊട്ടിഘോഷിച്ച് ഒരു പ്രചരണം നടത്തിയിട്ടില്ലെങ്കിലും RSSൻ്റെ ഒരു സംവിധാനം അവിടെ നന്നായി ഉള്ളുകളിലൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തങ്ങളുടെ ദേശീയ തലത്തിലെ വികസന മുന്നേറ്റങ്ങൾ എന്നതടക്കമുള്ള പോസിറ്റീവ് കാര്യങ്ങളെ മാറ്റി നിർത്തി വഖഫ്, മുനമ്പം വിഷയം അടക്കമുള്ള വർഗീയത ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള പ്രചരണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ടും അവർ തോറ്റപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കേരള ജനത ഈ ഒരു ഇതിന് BJPയിലുള്ള കേരള ജനതയുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷ. പക്ഷേ നമ്മളിപ്പോൾ ഈ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് വരുന്നു, BJPയുടെ മറ്റു മെമ്പർമാരെ ഇങ്ങോട്ട് വലിക്കാനുള്ളൊരു സാധ്യത പോലും നമ്മൾ ചർച്ച ചെയ്യുന്നു. അത് ഒരു തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു വർഗീയ ആശയത്തിൻ്റെ ഒരു നോർമലൈസേഷൻ കൂടിയാണ്. ഇത് തമ്മിൽ ഒരു കോൺട്ര വരുന്നില്ലേ? അല്ല, അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യം സംഭവിക്കുന്നത് നമ്മളുടെ മതനിരപേക്ഷ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന നമ്മളുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മറ്റ് 2 മുന്നണി സംവിധാനങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് അനർഹമായിട്ടുള്ള ഈ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് കേരളത്തിൽ. അപ്പോൾ നമ്മൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിൻ്റെ തുടക്കം മുതൽ BJP ആയിട്ടുള്ള ഡീലിനെ കുറിച്ചാണ് ഈ 2 മുന്നണികളും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അവരവരുടെ രാഷ്ട്രീയ നയങ്ങളെക്കുറിച്ച് സംസാരിച്ചതിനേക്കാളും ഇപ്പോൾ UDF ആണെങ്കിൽ അവരുടെ രാഷ്ട്രീയ നയം എന്ത്, അവർ ഈ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു, ഈ ഭരണത്തിൽ അവർ കാണുന്ന പോരായ്മകൾ എന്തൊക്കെ എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ച് പറയുന്നതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും CPM BJP ഡീലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. ഇപ്പുറത്ത് CPM അവരുടെ ഈ 8 വർഷത്തെ ഭരണം കൊണ്ട് എന്തൊക്കെ നേട്ടമുണ്ടായി എന്ന് ജനങ്ങളോട് പറയുന്നതിനപ്പുറം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന 1.5 വർഷത്തിനിടെ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പറയുന്നതിനപ്പുറം, പാലക്കാട് മണ്ഡലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് ജനങ്ങളോട് പറയുന്നതിനപ്പുറത്ത് UDF BJP ഡീൽ എന്ന് പറയാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അതായത് ഈ ആവശ്യമില്ലാത്ത വലിപ്പം ഈ പറയുന്ന പാർട്ടിക്കും അവരുടെ സംഘടനാ സംവിധാനത്തിനും ഒക്കെ ചാർത്തി കൊടുക്കുന്നൊരു പണി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് താൽക്കാലികമായ തെരഞ്ഞെടുപ്പ് ലാഭം ലാക്കാക്കിയിട്ടാണ് ഈ 2 മുന്നണികളും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മൈനോറിറ്റി വോട്ട് ബാങ്ക് ഉണ്ട്. ബാങ്ക് അല്ല, ശരി, മൈനോറിറ്റി സമുദായം അത്രത്തോളം ഒരു എന്താ പറയുക 10-40,000 വരുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റി വോട്ടുണ്ട് അവിടെ. ആ വോട്ട് ഒരുമിച്ച് ഞങ്ങളുടെ പെട്ടിലേക്ക് കൊണ്ടുവരാം എന്ന വിചാരമാണ് ഇവരെ നയിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ബുദ്ധിപൂർവ്വം ആലോചിച്ച് തീരുമാനമെടുക്കാൻ കഴിവുള്ളൊരു വിഭാഗമാണ് ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്നും അവർ ആ തീരുമാനം എടുത്തോളും എന്നും വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ അത് എത്ര പറഞ്ഞാലും എത്ര ആലോചിച്ചാലും ഈ 2 മുന്നണികളും അത് മനസ്സിലാക്കില്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുവഴി ഈ അനാവശ്യമായൊരു വലിപ്പം ഈ BJPക്കും അവരുടെ സംഘടനാ സംവിധാനത്തിനും കൊടുക്കുന്നതിൽ വലിയ പങ്ക് ഈ മുന്നണികൾ വഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളും. പക്ഷേ നമ്മളിത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യമായി ചേർന്ന് നിന്ന് ഡിസ്കസ് ചെയ്താൽ മതി, അപ്പോൾ പ്രശ്നമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു മണ്ഡലത്തിലും 3ാം സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു സ്വാഭാവികമായ വോട്ട് ബേസ് ഇല്ലാത്തൊരു പാർട്ടിയാണ് BJP എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇത് പ്രശ്നമില്ല. അതിനപ്പുറത്ത് ഇതാ ശക്തമായ മത്സരം നടക്കാൻ പോകുന്നു, ഇവിടെ BJP വലിയ ശക്തിയാണ് എന്നുള്ള മട്ടിൽ ശക്തിയാണെങ്കിലാണ്. ഇപ്പോൾ ഉത്തർപ്രദേശ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും BJP അവിടെ ഒരു സ്ട്രോങ് കണ്ടൻഡറാണ്, ഒരു തർക്കമോ കാര്യത്തിലില്ല. കർണാടക എടുക്കുകയാണെങ്കിൽ അതെ കണ്ടൻഡറാണ്. അതുപോലെ അല്ല കേരളത്തിലെ സ്ഥിതി എന്ന് മനസ്സിലാക്കിയിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അത് അല്ലാത്തപ്പോഴാണ് ഈ പറയുന്ന അബദ്ധം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം എന്താ ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെ കരിവാരി തേച്ചിരിക്കുന്നു എന്ന് ഈ കെ സുരേന്ദ്രന് പറയേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ സംസ്ഥാന നേതൃയോഗം നടക്കുകയുണ്ടായിരുന്നു ജാവ്ദേക്കറുടെ നേതൃത്വത്തിൽ തന്നെ. അവർ ദേശീയ നേതൃത്വം വ്യക്തമാക്കിയത് BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നടന്ന ചെറിയൊരു ഉപതെരഞ്ഞെടുപ്പാണ്.
അതിൻ്റെ പേരിലുണ്ടായ വാഗ്വാദങ്ങളുടെ പേരിൽ ഒരു സംസ്ഥാന പ്രസിഡന്റ് രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ തുടരട്ടെ എന്നുള്ള ഒരു നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നേതൃയോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും പങ്കെടുക്കാതിരുന്നിട്ടുമുണ്ട്. ശോഭാ സുരേന്ദ്രൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഇനി അവർ ഫോക്കസ് ചെയ്യുന്നത്, ഞങ്ങളുടെ അടിത്തട്ടിലുള്ള പ്രവർത്തകർക്ക് സ്ഥാനങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ ഞങ്ങൾ ശ്രദ്ധിക്കുമെന്ന് തുടങ്ങിയ ഒരു രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. BJP ഈ നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എത്രത്തോളമായിരിക്കും? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും എന്താ പറയുക, നമ്മൾ വലിയ രാഷ്ട്രീയ കാര്യങ്ങൾക്കപ്പുറത്ത് പ്രാദേശികമായിട്ടുള്ള ഇഷ്യൂസ് ഒരുപാട് ഡിസൈഡിങ് ഫാക്ടർ ആവുന്ന തെരഞ്ഞെടുപ്പാണത്. പ്രാദേശികമായ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥി പോലും ആ പ്രദേശത്ത് ഏറ്റവും അധികം ജനസ്വാധീനമുള്ള, ജനങ്ങളുമായിട്ട് ബന്ധമുള്ള സ്ഥാനാർത്ഥി എന്നുള്ളത് പോലും ഒരു ഘടകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ പറയുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറയുന്നത്. BJPക്ക് അവരുടേതായ പോക്കറ്റുകളിൽ വലിയ തോതിൽ സ്വാധീനമുള്ള ഇടങ്ങൾ ധാരാളമുണ്ട് കേരളത്തിൽ. ഒരു നിയമസഭാ മണ്ഡലം പോലെയല്ല ഒരു ലോക്കൽ വാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ പൊട്ടൻഷ്യൽ കൂടുതലുണ്ട് അതിനകത്ത്, അതിൽ തർക്കമല്ല. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് പൊട്ടൻഷ്യലായിട്ട് സാധ്യതയുള്ള ഒരു കോർപ്പറേഷനാണ്. അതുപോലെ പാലക്കാട് മുനിസിപ്പാലിറ്റി അവർ 2 വട്ടം ഭരിക്കുന്നതാണ്, അവർക്കൊരു പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലമാണ്. അതുപോലെ ചില പോക്കറ്റുകൾ അവർക്ക് സാധ്യതയുള്ള ഇടങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവിടെ പോലും ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ 2 മുന്നണികൾ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ BJPക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റി നിലനിർത്തുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമേ ആകില്ല. പക്ഷേ ആ ബുദ്ധിപൂർവമായ തീരുമാനം എടുക്കാൻ ഈ 2 മുന്നണികളും തയ്യാറാവണം എന്ന് മാത്രം. എസ്പെഷ്യലി UDF, കാരണം UDFനാണ് അവിടെ BJP കഴിഞ്ഞാൽ കുറച്ചുകൂടെ സാധ്യതയുള്ളൊരു മുന്നണി എന്ന് പറയുന്നത് UDF ആണ്. കുറേ കൂടെ ടാക്ടിക്കലായിട്ടുള്ള ഡിസിഷൻസ് അവരെടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് തിരിച്ചു വരാൻ പറ്റില്ല. പക്ഷേ ആ തീരുമാനങ്ങൾ ഇവർ എടുക്കുകയില്ല എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഡെഫിനറ്റ്ലി BJPക്ക് ഒരു ക്ലെയിമുണ്ട്. പക്ഷേ അത് നമ്മൾ ഈ പറയുന്ന മാതിരി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു 20% വോട്ട് എന്ന് പറയുന്ന ആ നിലവാരത്തിലേക്കൊന്നും വർദ്ധിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ഒരു പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിൻ്റെ അടുപ്പിച്ചോ അതിൻ്റെ തൊട്ട് താഴെയോ ഒക്കെയുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് ആയിട്ട് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ BJP ചുരുങ്ങാനേ സാധ്യതയുള്ളൂ. സുരേന്ദ്രനെ ഇനി തുടർന്ന് നിലനിർത്താൻ തന്നെയാണല്ലോ തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഒരു സുരേന്ദ്രൻ വിരുദ്ധ കൂട്ടം BJPയുടെ നേതൃത്വത്തിലുണ്ടെന്ന് പരസ്യമായിരിക്കെ ഇനി മറ്റേതെങ്കിലും നേതാക്കളുടെ കൂറുമാറ്റം നമുക്ക് പ്രതീക്ഷിക്കാമോ എന്ന് പറഞ്ഞുകൂടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കുറേ കാലമായി സുരേന്ദ്രൻ വിരുദ്ധ ചേരി എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതിൽ തന്നെ PK കൃഷ്ണദാസ് പക്ഷം എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ശോഭാ സുരേന്ദ്രൻ പക്ഷം എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ചില നേതാക്കൾ ഇങ്ങനെ നിരന്തരം അവരുടെ മീറ്റിങ്ങുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ള ആക്ഷേപം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ അതൊക്കെ അങ്ങനെ നടക്കും എന്നുള്ളതിൽ കവിഞ്ഞ് അതിനപ്പുറത്ത് ഇവരാരും തൽക്കാലം അവിടം വിട്ട് ഇറങ്ങി വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. പ്രത്യേകിച്ച് ഈ ഉന്നത ശ്രേണിയിലുള്ള നേതാക്കന്മാരൊന്നും അവിടം വിട്ട് ഇറങ്ങി വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം സത്യം പറഞ്ഞാൽ കൊടകര വഴി വന്നൊഴുകിയ പണം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം വെച്ചാൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് ഇനിയും വരും. അപ്പോൾ ഇതിൻ്റെ പങ്കുവെപ്പും ഇതിൻ്റെ കൃത്യമായ വിതരണവും ആ വിതരണത്തിലൂടെ അവനവൻ്റെ കയ്യിലേക്ക് എത്തിപ്പെടുന്ന തുകയും ഇതേക്കുറിച്ചൊക്കെയുള്ള വലിയ കൺസേൺസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമൊന്നും ആരും വരും എന്നാരും പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ എന്താ പറയുക, ഒരു തരത്തിലും അവസരം കിട്ടാതിരിക്കുന്ന ചിലർ ഒരുപക്ഷെ ഇറങ്ങിപ്പോന്നേക്കാം. ബാക്കി ആരും അങ്ങനെ പോരും എന്ന് പ്രതീക്ഷിക്കരുത്. ദേശീയ തലത്തിൽ ദേശീയ നേതൃത്വത്തിന് കേരള BJPയോട് ഒരു പ്രത്യേക മമതയൊന്നുമില്ല, അവരെ ശ്രദ്ധിക്കാറില്ല എന്ന രൂപത്തിൽ സന്ദീപ് വാര്യർ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പുറത്തു വന്നുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും അടക്കി പിടിച്ചിരിക്കുകയായിരിക്കും, രഹസ്യങ്ങളൊക്കെ. പക്ഷേ ഇങ്ങനെ ചില ഇടയ്ക്ക് പുറത്തു ചാടുന്ന ചില രഹസ്യങ്ങളുണ്ടായിരുന്നു. അതിലൊക്കെ എത്രത്തോളം വാസ്തവം ഉണ്ടായി? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളം രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി, രാജ്യത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സിസ്റ്റം, അവരുടെ ഒരു സ്റ്റേറ്റ് യൂണിറ്റിനെ എന്താ മൈൻഡ് ചെയ്യാതിരിക്കും അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കും, ഒരു വേണ്ട പരിഗണനയൊന്നും കൊടുക്കാതിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വേണ്ട പരിഗണന കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയും പണം, കണക്കില്ലാത്ത പണം ഈ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ ചെലവഴിക്കാൻ വേണ്ടി കൊടുത്തുവിട്ടത് വേണ്ട പരിഗണന കൊടുക്കുന്നതുകൊണ്ടാണല്ലോ. പിന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിലെ എത്ര BJP നേതാക്കന്മാരെ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി കഴിഞ്ഞപ്പോൾ ഗവർണർമാരാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് MPമാരില്ലാത്ത സമയത്ത് 2 പേരെ പുറത്തെ മണ്ഡലങ്ങളിൽ കൊണ്ടുപോയി MPമാരാക്കി കേന്ദ്രമന്ത്രിസഭയിൽ ഇരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ V മുരളീധരൻ പുറത്തുനിന്നുള്ള മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാംഗമായിട്ടാണ് കേന്ദ്രമന്ത്രിസഭയിലെത്തിയത്. ജോർജ് കുര്യൻ പുറത്തുനിന്ന്, കേരളത്തിന് പുറത്തുനിന്ന് രാജ്യസഭാംഗമായിട്ടാണ് ഇപ്പോൾ മന്ത്രിസഭയിലിരിക്കുന്നത്. അതുപോലെ നേരത്തെ രാജഗോപാൽ, അതായത് ഇത്രയൊന്നും കേരളത്തിൽ പാർട്ടി വലുതാകാതിരുന്നൊരു കാലത്ത്
കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് ജയസാധ്യത തീരെയില്ലായിരുന്നൊരു കാലത്താണ് ഒ രാജഗോപാലിനെ കേരളത്തിന് പുറത്തുനിന്ന് രാജ്യസഭയിലേക്ക് എത്തിച്ച് കേന്ദ്രമന്ത്രിയാക്കിയത്. അപ്പോൾ ഇതിലപ്പുറം കേരള ഘടകത്തെ ഒരു കേന്ദ്ര നേതൃത്വം ഏത് വിധത്തിലാണ് പരിഗണിക്കേണ്ടത് എന്നിപ്പോൾ സന്ദീപ് വാര്യർക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർഷിപ്പ് എന്നുള്ളതിനപ്പുറം എന്ത് പദവിയാണ് ബി ജെ പിയിൽ ഉണ്ടാവുക എന്ന് അദ്ദേഹത്തിന് ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിനനുസരിച്ചായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം കേരള നേതൃത്വത്തെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഏതായാലും കേരളത്തിലെ ബി ജെ പിയിലെ പ്രശ്നങ്ങളാണല്ലോ പറയുന്നത്. അപ്പോൾ സുരേഷ് ഗോപിയെ തൊടാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. സുരേഷ് ഗോപിയെ മുൻനിർത്തി പാലക്കാടിലെ ജനങ്ങൾ ചിലപ്പോൾ ബി ജെ പിയെ വിലയിരുത്തിയിട്ടുണ്ടാവില്ല. കാരണം ഒരു കേന്ദ്രമന്ത്രി അങ്ങോട്ട് നമ്മളൊരു ആദ്യമായ ഒരു എം പിയെ പറഞ്ഞേക്കുന്നു, അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസ്ഥാനത്ത് വരെ പ്രതിഷ്ഠിക്കുന്നു. എന്നിട്ടും ആ മന്ത്രിസ്ഥാനത്തിൽ പോലും താല്പര്യം കാണിക്കാതെ ഇവിടെ വന്ന് ഗോഷ്ഠി കാണിക്കുന്ന ഒരാളെയാണ് ഈ ജനങ്ങൾ കാണുന്നത്. ഇത് ബി ജെ പിയെ പാലക്കാട് ജനങ്ങൾ വിലയിരുത്താൻ ഒരു കാരണമായിട്ടുണ്ടാവില്ലേ? അതൊരു കാരണമായിട്ടുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു തൃശ്ശൂർ ബി ജെ പി നേടിയൊരു വിജയത്തിൻ്റെ ഇമ്പാക്റ്റ് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കാം എന്നുള്ളൊരു സംശയം നേരത്തെ പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ അതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല. അതിൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, തൃശ്ശൂർ ബി ജെ പിയുടെ ഒരു സംഘടനാപരമായ മികവ് കൊണ്ട് നേടിയ വിജയമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ബി ജെ പി എന്നുള്ളൊരു സംഘടനാ സംവിധാനത്തെ വിശ്വസിച്ച ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടല്ല തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുന്നത്. അതെന്ന് വെച്ചാൽ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയോടുള്ള ഒരു എന്താ പറയുക അടുപ്പം, അയാൾ കഴിഞ്ഞ 5 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ, പിന്നെ അയാളുടെ ഇമ്പൾസീവായിട്ടുള്ള പ്രതികരണങ്ങൾ എന്ന് വെച്ചാൽ ലൈക്ക് ഇൻ സിനിമ അയാളുടെ അതുപോലെ തന്നെയാണ് അയാൾ ഈ ഇൻ റിയലും എന്നുള്ളൊരു തോന്നൽ, ഇതൊക്കെ കൂടെ ഉണ്ടായൊരു മിക്സിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ജയിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ഒരു പക്ഷേ നാട്ടുകാർ ഇങ്ങനെ തന്നെ ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്തിട്ടും ഉണ്ടാവുക. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ വലിയ പ്രകടനമൊന്നും കാഴ്ചവെക്കും എന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല കേന്ദ്ര സഹമന്ത്രിയാണ്. കേന്ദ്ര സഹമന്ത്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേന്ദ്ര ക്യാബിനറ്റിൽ പോലും പങ്കെടുക്കാൻ, അതായത് പൂർണ്ണ ക്യാബിനറ്റ് വിളിക്കുമ്പോൾ മാത്രമാണ് ഒരു സഹമന്ത്രിക്ക് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ അയാൾക്ക് സ്വതന്ത്ര ചുമതല വേണം. ഇത് സ്വതന്ത്ര ചുമതലയില്ല. അപ്പോൾ അതുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്ന അതിൻ്റെ സംഘടന, അതിൻ്റെ രീതി അങ്ങനെ ആയതുകൊണ്ട് ഒരു കേന്ദ്ര സഹമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് അത്യാവശ്യം ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലപ്പുറം ഒരു പെർഫോമൻസ് ഒന്നും സുരേഷ് ഗോപിയിൽ നിന്ന് ജനം പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഇമ്പാക്റ്റ് ഒരുപക്ഷെ പാലക്കാട് ഉണ്ടായിട്ടുണ്ടാവില്ല. പാലക്കാട് എന്താണോ ബി ജെ പിയുടെ ഒറിജിനൽ സംഘടനാ സംവിധാനം കൊണ്ട് അവർക്ക് പിടിക്കാവുന്ന വോട്ട്, ആ വോട്ടാണ് അവർ പിടിച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം വെച്ചാൽ ഇതാ ജയിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ളൊരു പ്രചരണം ഉണ്ടായപ്പോൾ ഇപ്പുറത്ത് മൈനോറിറ്റി വോട്ടുകളുടെ കൺസോൾട്ടേഷൻ കൂടി ഉണ്ടായപ്പോഴാണ് കോൺഗ്രസ്സിന് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ. അതർവൈസ് കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും LDF 2ാം സ്ഥാനത്ത് വരികയും ചെയ്യുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെയുള്ള ഒരു കരിവാരിത്തേക്കലാണ് ബി ജെ പിയെ 2ാം സ്ഥാനത്ത് എത്തിച്ചത് തന്നെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. ഏതായാലും ബി ജെ പിയുടെ കേരള സംസ്ഥാന ഘടകത്തിൽ ഭിന്നത രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ചുള്ള പദ്ധതികളിലേക്ക് പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസത്തെ നേതൃസംഗമത്തിൻ്റെ ഭാഗമായുള്ള നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അതിനിടയ്ക്ക് പാലക്കാട് കൗൺസിലർമാർക്കിടയിലും പൊട്ടിത്തെറി നടക്കുന്നു. ഇനി എന്തൊക്കെ ആ പാർട്ടിയിൽ നടക്കും, ഏതൊക്കെ നേതാക്കൾക്ക് മാറും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.